ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ദ അനദർ ക്ലാസ്സസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? മൈക്രോബയോളജി ആയിരുന്നല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർലി വയസ്സുകാർക്ക് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഇല്ലായിരുന്നു. അവർ ആസ് എ ഹോൾ മൈക്രോബയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ് പഠിച്ചത്. പക്ഷെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. സെമസ്റ്ററുകാർക്ക് ജസ്റ്റ് ഒന്ന് സെക്ഷൻ ബി ആയിട്ട് തിരിച്ചു. അപ്പോൾ മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് വളരെ ചിലത് പാത്തജനിക് ആണ്, ചിലത് ബെനഫിഷ്യൽ ആണ്. പക്ഷേ ഈ പാത്തജനിക്കിനെ തടയാൻ വേണ്ടി കുറച്ചധികം സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വരുന്നതാണ് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൈക്രോബയോളജി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു പോർഷനിൽ എനിക്ക് പറയാനുള്ളത്, മൈക്രോബയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഒബ്വിയസ്ലി നമുക്ക് പറയാൻ പറ്റും. അത് കുറച്ച് മൈക്രോ ഓർഗാനിസത്തിനെ അതിനെപ്പറ്റിയൊക്കെ പഠിച്ച് നമുക്ക് അങ്ങനെ അധികം അങ്ങ് തള്ളാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷേ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത് ചില പോർഷൻസ് നമ്മൾ ഓൾറെഡി നഴ്സിംഗ് ഫൗണ്ടേഷനിൽ പഠിച്ച കാര്യങ്ങളാണ്. അത്യാവശ്യം നമുക്ക് ബേസിക്സ് അറിയാമെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി നമുക്ക് നല്ല മാർക്കോടെ പാസ്സാവാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ബയോകെമിസ്ട്രിയിൽ എലീസിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നമുക്ക് സെക്കൻഡ് ഇയർ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി വളരെ സിമ്പിളായിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇതൊക്കെ സിമ്പിൾ എനിക്കറിയാലോ. അത് തന്നെയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന പോർഷൻസ് തന്നെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റിയിൽ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു സെക്ഷൻ ഔട്ട്ലൈൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് സെക്ഷൻ ബിയിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നൊരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആദ്യത്തെ തന്നെ നോക്കാം, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. നമുക്ക് ഇപ്പം നമ്മൾ ഇത് പഠിക്കാതെ തന്നെ നമുക്ക് പലതും പറയാനായിട്ട് പറ്റും അല്ലേ. പിന്നെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ, നമ്മൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ പഠിച്ച കാലം തൊട്ട് നമുക്കറിയാം ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു 7 സ്റ്റെപ്പ് ഹാഫ് ഹാൻഡ് വാഷിങ് വളരെ എപ്പോഴും നല്ലപോലെ അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് എന്ന് നമുക്കറിയാലോ. ഗ്ലൗസ്, മാസ്ക്, അതൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത്. ഗോഗിൾസ്, അതുപോലെ തന്നെ മാസ്കിന് പകരമായിട്ടുള്ള റെസ്പിറേറ്റേഴ്സ്, നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു പോർഷനും സ്റ്റാൻഡേർഡ് പ്രിക്കോഷനിൽ ഹാൻഡ് ഹൈജീൻ വരെയാണ്. കാരണം ഒത്തിരി ഓവറായിട്ട് അങ്ങ് നീട്ടി നിർത്തില്ല, വേഗം തന്നെ തീരും. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് വെറുതെ ഒരു എന്താ പറയുന്ന ഒരു ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെ ഒരു ചാപ്റ്ററൊക്കെ തുടങ്ങുമല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്നുള്ളൂ ഒരു ഭംഗിക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നൊരു പോർഷനെ പറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ഡെഫിനിഷനാണ്. ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ, HAIS എന്ന് നമുക്ക് ഷോർട്ട് ഫോമിലായിട്ട് കൊടുക്കാം. ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇൻഫെക്ഷൻ അക്യൂർഡ് ഇൻ ദ ഹോസ്പിറ്റൽ ബൈ എ പേഷ്യൻറ്റ് അഡ്മിറ്റഡ് ഫോർ എ റീസൺ അതർ ദാൻ ദി ഇൻഫെക്ഷൻ ഇൻ കോണ്ടസ്റ്റ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു പേഷ്യൻറ്റ് അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അത് ഇൻഫെക്ഷൻ കാരണമൊന്നായിരിക്കില്ല, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണമായിരിക്കും. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ലോങ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത് പറയുന്നത് ഇൻഫെക്ഷൻ ഷുഡ് നോട്ട് ബി പ്രസൻറ്റ് ഓർ ഇൻക്യുബേറ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവത്തില്ല, ഒരിക്കലും ആ ഒരു ഇൻഫെക്ഷൻ വരത്തില്ല. എപ്പോഴാണ് വരുന്നത്? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദ സിംറ്റം ഷുഡ് ബി അപ്പിയർ അറ്റ്ലീസ്റ്റ് ആഫ്റ്റർ 48 hours ഓഫ് അഡ്മിഷൻ. അതായത് 48 മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ്റെ ആ ഒരു ഓൺസെറ്റ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ദിസ് ഓൾസോ ഇൻക്ലൂഡ്, ഇവിടെ നമ്മൾ ഒരു കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഓൾസോ ഇൻക്ലൂഡ് ഇൻഫെക്ഷൻ ദാറ്റ് ആർ അക്യൂർഡ് ഇൻ ദ ഹോസ്പിറ്റൽ ബട്ട് സിംറ്റംസ് അപ്പിയർ ആഫ്റ്റർ ഡിസ്ചാർജ്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ചില പേഷ്യൻസിന് ആ ഒരു ഡിസ്ചാർജ് ആവുന്ന വരെ കുഴപ്പമുണ്ടാവത്തില്ല, പെട്ടെന്നാണ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒക്യുപേഷണൽ ഇൻഫെക്ഷൻ, അത് ഒന്നുമില്ല, നമ്മൾ ആസ് എ സ്റ്റുഡൻറ്റ് നേഴ്സ് അതുപോലെ തന്നെ നേഴ്സസിന് സ്വാഭാവികമായിട്ട് ചില ടൈമിൽ നമ്മൾ പെട്ടെന്ന് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് വേഗത്തിലൊക്കെ വലിച്ചെടുക്കുമ്പോൾ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വരും. അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻ്റ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പ്രിക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
പിന്നെ ഇൻഫെക്ഷൻ ഇൻ നിയാനട്ട് ദാറ്റ് റിസൾട്ട് വൈൽ പാസേജ് ത്രൂ ദ, അപ്പം അതെന്ന് പറയുന്നത് ശരിക്കും ഒരു ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ അല്ല. അതായത് നമുക്കറിയാം നമ്മുടെ ബേബിക്ക് മദറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ബേബിക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ആം, ആ ഒരു പ്ലാസൻറ്റയിലൂടെ ബേബിക്ക് ആ ഒരു മെറ്റേണൽ ബ്ലഡ് ബേബിയിലേക്ക് കടക്കുമ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം എയ്ഡ്സ് എന്ന് പറയുന്നൊരു രോഗം ന്യൂ ബോൺ ബേബിക്കും വന്നിട്ടുള്ളൊരു ന്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം എന്താ, ഓൾറെഡി മദറിനും അതുണ്ട്. അപ്പോൾ അത് ബേബിക്കും വരാനുള്ള ഒത്തിരി ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി വരുന്നത് CDC, സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അറ്റ്ലാന്റ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ദ നാഷണൽ ഹെൽത്ത് കെയർ സേഫ്റ്റി നെറ്റ്വർക്ക് ടു മോണിറ്റർ ദി ഇൻസിഡൻസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ്റെ വേറൊരു പേരാണ്. As the site of healthcare facility has increasingly shifted from inpatient hospital care-based service to ambulatory settings, the relevance of traditional terminologies such as hospital associated or nosocomial infection has diminished. അപ്പോൾ ഇതിലൊന്നുമില്ല. കാരണം നമ്മൾ പണ്ട് കാലത്തേക്കാളും കൂടുതൽ നമ്മൾ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ഒരു സ്റ്റോറി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അവിടെ വേണ്ടത് എന്തായിരുന്നു, ഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസ് ആയിരുന്നു. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആ ഒരു വാറിൻ്റെ സമയത്ത് സോൾജിയേഴ്സിനെ ട്രീറ്റ് ചെയ്തപ്പോൾ അതിനു മുമ്പ് കുറേ പേര് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഫ്ലോറൻസ് നൈറ്റിംഗേൽ വന്ന് ഈ ഒരു ഹൈജീനിക് വേയിലുള്ള എല്ലാ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഡെത്ത് റേറ്റ് കുറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, അത് കുറയ്ക്കാൻ വേണ്ടി കുറേ ഏജൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, അവിടെ ഒരു ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് ഒക്കെ തടയാനായിട്ട് സാധ്യമാക്കിയിട്ടുണ്ട്. ഇനിയാണ് ബേർഡൻ ഓഫ് HAI. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. ഫസ്റ്റ് വൺ, HAIs are one of the most common adverse events in the healthcare delivery system. According to World Health Organization, അതായത് നമ്മുടെ WHO, on average at given time 7% of patients in developed and 10% in developing countries occur at least one hospital acquired infection. Mortality from HAI occurs about 10% of affected patient. Treatment of this HAIs add a huge economic burden to the hospital. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിന് എക്കണോമിക് ബേർഡൻസ് ഉണ്ടാവും. അതിപ്പോൾ പേഷ്യൻസിന് മാത്രമായിരിക്കില്ല, നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിനും ആ ഒരു ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഒരു വേൾഡ് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ 7%, ഈവൻ ദോ ഡെവലപ്ഡ് കൺട്രീസിലും അതുപോലെ തന്നെ 10%, അതായത് ഇന്ത്യ പോലുള്ള നമ്മളെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്താണ്, ഒരു തവണയെങ്കിലും ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ വരാനുള്ള എല്ലാ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 10% ഈ ഒരു ഇൻഫെക്ഷൻ കാരണം പേഷ്യൻസ് മരിച്ചു പോകാനുള്ള ചാൻസും ഉണ്ട്. അതാണ് ആ ഒരു ബേർഡൻ. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതങ്ങനെ ഒത്തിരി നമ്മൾ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള, ചിലപ്പോഴാണ് ചോദിക്കുള്ളൂ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടിയാണ് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റ്സ് ജസ്റ്റ് നിങ്ങൾ കേട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എക്സാമിന് ഇൻ കേസ് ഇത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഇമ്മ്യൂൺ സ്റ്റാറ്റസ്. Most admitted patients have impaired immunity either as a part of their pre-existing disease or in some instances due to treatment they have received in the hospital. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ വരുമ്പോൾ ചില ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി. പക്ഷേ ഒരാളുടെ ഇമ്മ്യൂണിറ്റി ആയിരിക്കില്ല വേറൊരാൾക്ക്, എൻ്റെ ഇമ്മ്യൂണിറ്റി ആയിരിക്കില്ല നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ചിലർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ചാൻസ് കാരണം ഈ ഒരു ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ പെട്ടെന്ന് കയറി പിടിക്കാം. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു പേഷ്യൻറ്റിന് ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ട്, അതുവഴി നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ വരാം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്തെങ്കിലും അൺഹൈജീനിക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി സെക്കൻഡാണ് ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റ്. അത് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് വായിക്കാതെ തന്നെ നമുക്കറിയാം എത്രമാത്രം നമ്മൾ ഹൈജീനിക്കായിട്ട് നമ്മളും അതുപോലെ പേഷ്യൻറ്റും സഹകരിച്ചാൽ മാത്രമാണ് അവിടെ ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ട്. നമ്മൾ ഇനി ഒരു അപ്കമ്മിങ് സ്ലൈഡ്സിൽ 4 മൊമെൻറ്റ്സ് ഓഫ് ഹാൻഡ് വാഷിംഗ് പഠിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ, അസെപ്റ്റിക് ആയിട്ടുള്ള ടെക്നിക്സ് ഫോളോ ചെയ്താൽ മാത്രമാണ് അവിടെ എന്താണ് ആ ഒരു ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ടുള്ളതുള്ളൂ. പിന്നെ ഹോസ്പിറ്റൽ ഓർഗാനിസംസ്. മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസം പ്രസൻറ്റ് ഇൻ ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റ് ആർ
multi-drug resistant. This because of increasement antibiotic usage in the hospital. The minor population of resistant organism present initially flourish in the presence of constant antibiotic pressure. അപ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒത്തിരിയേറെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിൽ പറഞ്ഞിട്ടുണ്ട് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആണ്. ഈ പറയുന്ന ഓർഗാനിസംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഈ ചില ഡ്രഗ്സിനോടത് റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് നശിച്ചു പോകാതിരിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു പരിധി വരെ നമുക്ക് അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കും. പക്ഷേ ഈ മൾട്ടി റെസിസ്റ്റൻ്റ് ഡ്രഗ് ആയിട്ടുള്ള ഈ ഒരു ഓർഗാനിസംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുന്നത്, അവിടെ നമുക്ക് ഒരു ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മാക്സിമം അത് കുറയ്ക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പൊതുവെ എല്ലാം ഹൈജീനിക് ആയിട്ട് തന്നെ പോകുന്നത്. പിന്നെ ഡയഗ്നോസ്റ്റിക് ഓർ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ സച്ച് ഇൻസേർഷൻ ഓഫ് സെൻട്രൽ ലൈൻ ഓർ യൂറിനറി കത്തീറ്റേഴ്സ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു IV അതുപോലെ കത്തീഡറൊക്കെ എടുക്കുന്നത് എൻഡോ ട്രക്കിയൽ ട്യൂബൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇല്ലേ, ഉറപ്പായിട്ടും ചില ടൈമിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ആയിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ളതാണ് ട്രാൻസ്ഫ്യൂഷൻ. ഇപ്പോൾ ചില സമയത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരുമ്പോഴും ബ്ലഡ് പ്രൊഡക്ട്സ് ആൻഡ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫ്യൂഷൻ ഇഫ് നോട്ട് പ്രോപ്പർലി സ്ക്രീൻ ക്യാൻ ട്രാൻസ്മിറ്റ് മെനി ബ്ലഡ് ബോൺ ഇൻഫെക്ഷൻ സച്ച് as HIV, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് C വൈറസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസ് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ എടുക്കണമെന്ന്. കാരണം എന്താ പറയുന്നത്, നമ്മൾ ബ്ലഡുമായിട്ടുള്ള കോണ്ടാക്റ്റ് എന്തായാലും നമുക്ക് ബ്ലഡുമായിട്ടുള്ള കോണ്ടാക്റ്റ് വരും. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എത്ര നോക്കിയാലും അത് വരാൻ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനിയുള്ളതാണ് പുവർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതായത് അത്ര ഹൈജീനിക് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അല്ല, അല്ലെങ്കിൽ സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് ഇസ് എസെൻഷ്യൽ ടു കൺട്രോൾ. അങ്ങനെ നല്ല അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിലും അവിടെ എന്താണ്, ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയാണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്, എന്തൊക്കെ സോഴ്സ് വഴി നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് വരാം. അപ്പോൾ the source of infection in healthcare setting can be either endogenous and exogenous. അപ്പോൾ ആ ഒരു വേർഡിൽ നിന്ന് നമുക്കറിയാം എൻഡോജീനിയസ് എന്താ, എക്സോജീനിയസ് എന്താണ്. അപ്പോൾ എൻഡോജീനിയസ് ഇൻസൈഡ് ആൻഡ് എക്സോജീനിയസ് ഇസ് ഔട്ട്സൈഡ്. അപ്പോൾ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എൻഡോജീനിയസ് നോക്കാം. The majority of nosocomial infection are endogenous in origin. They involve patients on microbial flora which may invade patient's body during some സർജിക്കൽ ഓർ ഇൻസ്ട്രുമെൻ്റൽ മാനിപ്പുലേഷൻ. അപ്പോൾ ഈ മെജോറിറ്റി ഓഫ് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എൻഡോജീനിയസ് ആണ്. കാരണം അത് പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നമ്മൾ എന്തെങ്കിലും സർജിക്കലും അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ചിലപ്പോൾ പേഷ്യൻ്റെ ബോഡിയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എക്സോജീനിയസ്, ഇതിനെപ്പറ്റി ഒത്തിരി പഠിക്കാനായിട്ടുള്ള ഒന്നുമില്ല. എൻവയോൺമെൻറ്റൽ സോഴ്സസ്, അതായത് എന്താ പറയുന്നത്, നമ്മൾ ഈ ഹോസ്പിറ്റലിലുള്ള വാട്ടർ, അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഈ കത്തീറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, നമുക്കറിയാം ചില സമയത്ത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് മേ പൊട്ടൻഷ്യൽ കാരിയേഴ്സ് ഹാർബറിങ് മെനി ഓർഗാനിസം. ഓക്കെ, നമുക്കറിയാം ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആയിട്ടുള്ള നമ്മളിൽ നിന്നും ഈ ഒരു പേഷ്യൻസിന് ഈ ഒരു രോഗം വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അൺഹൈജീനിക് ആയിട്ടുള്ള ഹാൻഡ് വാഷിങ് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മൈന്യൂട്ടായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റാത്ത, ഇപ്പം നമ്മൾ പറയും ഓക്കെ എന്തിനീ ഹാൻഡ് വാഷ് ചെയ്യുന്നത്, എന്തിനീ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്കറിയാം ഈ ഒരു നമുക്ക് കാണാൻ പറ്റാത്ത ഇഷ്ടം പോലെ മൈക്രോ ഓർഗാനിസം നമ്മുടെ കയ്യിലുണ്ടാവും. അത് പേഷ്യൻസിന് വളരെ ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു ഇതുമായിരിക്കും. പിന്നെ അതർ പേഷ്യൻസ്, അതായത് നമുക്കറിയാം വേറെ പേഷ്യൻറ്റിൽ നിന്നും കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് മൈക്രോ ഓർഗാനിസം ഇംപ്ലിക്കേറ്റഡ് ഇൻ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. Hospital acute infection can be caused by almost any microorganism, but those which survive in hospital environment for long period and develop resistance to antimicrobials and disinfectant are particularly important. The SCAP, അതായത് ഇങ്ങനെ അതൊരു എന്താ പറയുന്നത്, ഒരു ഷോർട്ട് ഫോം ആയിട്ട് കൊടുത്തേക്കുവാണ് ഈ ഒരു പാത്തജൻസിൻ്റെ പേര് എസ്കാപ്പേ. പാത്തജൻസ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ സബ്സ്റ്റാൻഷ്യൽ പെർസെൻറ്റേജ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു എസ്കാപ്പേ, ESKAPE, ഇവർ ഈ ഒരു എന്താ പറയുന്നത്
പാത്തജൻസ് വഴിയാണ് മജോറിറ്റി ഓഫ് നോസോകോമയിൽ ഇൻഫെക്ഷൻസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എൻട്രോകോക്കസ് ഫീൽസിയം, സ്റ്റഫൈലോകോക്കസ് ഓറസ്, ക്ലെബ്സെല്ല ന്യൂമോണിയെ, പിന്നെ എസിനോബാക്ടർ ബൗമാനി, പിന്നെ സ്യൂഡോമോണസ് അർജുനോസ, പിന്നെ എൻഡറോബാക്ടർ സ്പീഷ്യസ്. പിന്നെ അതർ ഇൻഫെക്ഷൻ ദാറ്റ് ക്യാൻ സ്പ്രെഡ് ഇൻ ഹോസ്പിറ്റൽ, എസ്തെരീഷ്യ കോളി, പിന്നെ സാർസ്-CoV-2 അതായത് COVID-19, പിന്നെ നോസോകോമിയലി അക്യൂർഡ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, ലെജിയോണല്ല ന്യൂമോഫീലിയ, കാൻഡിഡ ആൽബിക്കൻസ്, ക്ലോസ്ട്രീഡിയോഡിയസ് ഡിഫിക്കൈൽ ഡയേറിയ. ഇതൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളൊരു പാത്തജൻസ് ആണ്. ഇതുവഴി നമുക്ക് ഇൻഫെക്ഷൻസ് വരാം. അത് ജസ്റ്റ് പേര് ഓർത്തിരുന്നാൽ മതി. പിന്നെ അതുപോലെ തന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അത് നമുക്ക് പറയാമല്ലോ, എയറിലൂടെ, അതുപോലെ തന്നെ കോണ്ടാക്റ്റിലൂടെ. അതായത് COVID-19 ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കോണ്ടാക്റ്റ്, എയർ, അന്തരീക്ഷം, അതൊക്കെ വഴി നമുക്ക് എന്താണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട്. ഓക്കെ, മേജർ ഹോസ്പിറ്റൽ അക്യൂർഡ് ടൈപ്സ്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാ? കത്തീഡർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അതായത് കത്തീഡറിൻ്റെ യൂസേജ് വഴി നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ വരാം. പിന്നെ സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ്സ്ട്രീം, IV ഫ്ലൂയിഡ്, ക്ലബ്സി എന്ന് നമുക്ക് പറയാം, കോട്ടി. പിന്നെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ, വെന്റിലേറ്റർ ഒത്തിരി നാൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഇതൊക്കെ നമ്മൾ ഇതുവഴിയൊക്കെയാണ് ഇൻഫെക്ഷൻ വരാൻ എന്താ പറയുന്നത് മേജറായിട്ട്. ഇനി പ്രിവെൻഷൻ ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഇത് മാത്രമല്ല, ഇഷ്ടം പോലെയുണ്ട്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റാൻഡേർഡ് പ്രിക്കോഷനിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹാൻഡ് ഹൈജീനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് പഠിക്കാൻ പോകുന്നത് എന്താണ്? ഹാൻഡ് ഹൈജീനാണ്. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഹാൻഡ് ഹൈജീൻ, നമ്മൾ കൈ കഴുകുന്നതിൻ്റെ ഉള്ളൊരു ഇമ്പോർട്ടൻസ് നമ്മൾ ഒരു നോൺ മെഡിക്കൽസ് ആയിട്ടുള്ള ഈവൻ ദോ ഒരു കുട്ടികൾക്ക് വരെ അറിയാം ഈ ഹാൻഡ് ഹൈജീൻ എത്ര ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലായിരുന്നു. COVID-19 വന്നതിന് ശേഷമാണ് ഹാൻഡ് ഹൈജീൻ ഇത്ര മാത്രം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ മെത്തേഡ്സ്, ആൽക്കഹോൾ ബേസ്ഡ് ഉണ്ട്. ആ ഒരു 70 to 80% ഈഥൈൽ ആൽക്കഹോൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലോർഹെക്സിഡീൻ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്ലോർഹെക്സിഡീനാണ് ഹോസ്പിറ്റലിൽ കാണുന്നത്. 0.5 to 4% ബേസ്ഡ് ഹാൻഡ് റബ്സ് ആർ അവൈലബിൾ. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് കോണ്ടാക്ട് ഹാസ് ടു ബി അറ്റ്ലീസ്റ്റ് ഫോർ 20 to 30 seconds. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാൻഡ് റബ്ബാണ്. അപ്പോൾ ഹാൻഡ് റബ്ബ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ബേസ്ഡും ഉണ്ട്, ക്ലോർഹെക്സിഡീൻ ഉണ്ട്. ഹോസ്പിറ്റലിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ക്ലോർഹെക്സിഡീൻ ആണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, പിന്നെ അതുപോലെ അതിൻ്റെ ഇൻഡിക്കേഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് വാഷ് എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതുപോലെ തന്നെ സർജിക്കൽ ഹാൻഡ് സ്ക്രബ് എന്താണെന്നറിയാം. പിന്നെ ഇനി വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് 5 മൊമെൻറ്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ. ഇത് നമുക്ക് തരുന്നത് WHO ആണ്. ഇത് ഇതുപോലെ തന്നെ എഴുതുക, നമുക്ക് ഒരു ചേഞ്ചസും വരുത്താൻ പാടില്ല. ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ 5 മൊമെൻറ്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന. ബാക്കിയൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, ഹാൻഡ് വാഷിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. പിന്നെ ആ ഒരു സ്റ്റെപ്സ് നിങ്ങൾക്കറിയാം, ആ ഒരു 7 സ്റ്റെപ്സ്. അതുപോലെ തന്നെ ഈ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 5 മൊമെൻറ്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ WHO ആണ് നമുക്ക് തരുന്നത്. എപ്പോഴൊക്കെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം? ബിഫോർ ടച്ചിങ് എ പേഷ്യൻറ്റ്. ഉറപ്പായിട്ടും നമ്മളൊരു പേഷ്യൻറ്റിനെ, പൊതുവെ നമ്മൾ ആരും ചെയ്യാറില്ലാത്തൊരു കാര്യമാണ്, ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമ്മൾ നേരെ ചെല്ലുവാണ്, അവിടെ നമ്മൾ ഹാൻഡ് വാഷിംഗ് ഒന്നും ചെയ്യില്ല. പക്ഷേ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. പിന്നെ ബിഫോർ ക്ലീൻ ഓർ അസെപ്റ്റിക് പ്രൊസീജിയർ, എന്തെങ്കിലും അസെപ്റ്റിക് പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ തന്നെ എഴുതുക, ഒരു ചേഞ്ചസും വരുത്താൻ പാടില്ല. പിന്നെ ആഫ്റ്റർ ബോഡി ഫ്ലൂയിഡ് എക്സ്പോസർ റിസ്ക്, എന്തെങ്കിലും ബ്ലഡ് അതൊക്കെ ആയിട്ട് നമ്മൾ എക്സ്പോസ് ആകുമ്പോൾ ഉറപ്പായിട്ടും കൈ കഴുകുക. പിന്നെ ആഫ്റ്റർ ടച്ചിങ് എ പേഷ്യൻറ്റിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകുക. ആഫ്റ്റർ ടച്ചിങ് പേഷ്യൻറ്റ് സറൗണ്ടിങ്സ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആരും ഇത് പൊതുവേ നമ്മൾ ചെയ്യാറില്ല. കാരണം എന്താണ്, നമുക്ക് ഒരു ഉറപ്പുണ്ട്, ഓക്കെ ഞങ്ങളുടെ കൈ ശുദ്ധമാണ്, അങ്ങനെയൊന്നും പെട്ടെന്ന് അസുഖം വരത്തില്ല. പക്ഷേ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ബിഫോർ ടച്ചിങ് എ പേഷ്യൻറ്റ്, ബിഫോർ ക്ലീൻ ഓർ അസെപ്റ്റിക് പ്രൊസീജിയർ, ആഫ്റ്റർ ബോഡി ഫ്ലൂയിഡ് എക്സ്പോസർ ഓർ റിസ്ക്, പിന്നെ ആഫ്റ്റർ ടച്ചിങ് എ പേഷ്യൻറ്റ്, ആഫ്റ്റർ ടച്ചിങ് പേഷ്യൻറ്റ് സറൗണ്ടിങ്സ്. പിന്നെ സ്റ്റെപ്സ് ഓഫ് ഹാൻഡ് റബ്ബിങ് ആൻഡ് ഹാൻഡ് വാഷിങ്. ഇതാണ്.
ഏതാണ് പാം ടു പാം നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതിന് മുമ്പ് അപ്ലൈ ഹാൻഡ് റബ്ബ് അല്ലെങ്കിൽ വെറ്റ് യുവർ ഹാൻഡ് ആൻഡ് അപ്ലൈ ഹാൻഡ് വാഷ്. ഒന്നെങ്കിൽ ഹാൻഡ് റബ്ബ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ. അപ്പോൾ അതിൽ പാം ടു പാം, ബാക്ക് ടു പാം, ഓക്കെ. ദെൻ തമ്പ് റൊട്ടേഷൻ, പിന്നെ അതുപോലെ തന്നെ ബാക്ക് ഓഫ് ഫിംഗർ ഓൺ പാംസ്, ഇൻ്റർലോക്ക്, ഇൻ്റർലേസ്, സ്ക്രബ് യുവർ നെയിൽസ് ഓൺ പാംസ്, പിന്നെ എന്താ പറയുന്നത്, റിൻസ് വിത്ത് വാട്ടർ, ഡ്രൈ വിത്ത് സിംഗിൾ. ഇതൊക്കെയാണ് ആ ഒരു 7 സ്റ്റെപ്പ് ഓഫ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പലർക്കും പല രീതിയിലാണ് പറഞ്ഞത്, പക്ഷേ സെയിം ആയിട്ട് നമ്മൾ പഠിച്ച ആ 7 സ്റ്റെപ്പ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ജസ്റ്റ് നമ്മൾ പഠിച്ച എന്താണ്, പാം ടു പാം, റൈറ്റ് ഓവർ ലെഫ്റ്റ്, ലെഫ്റ്റ് ഓവർ റൈറ്റ്, പിന്നെ അതുപോലെ തന്നെ തമ്പ് റൊട്ടേഷൻ, അതുപോലെ തന്നെ ഇൻ്റർലോക്കിംഗ്, ഇൻ്റർലേസിങ്, അങ്ങനെ ഫിംഗർ ടിപ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ബാലൻസ് നമ്മൾ പിന്നെ ഇനി വരാനുള്ളതും സിമ്പിളായിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ അതൊത്തിരി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേഗം പറഞ്ഞു പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.